ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ദയാമേ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ദയാമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്ത ക്രിസ്തു കരുണയുടെ സങ്കേതം എന്നുള്ളതാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് 38 വർഷമായി ബെത്സേദ കുളക്കരയിൽ കിടന്ന മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്ന സംഭവമാണ്. ക്രിസ്തു കരുണയുടെ സങ്കേതമാണ്. അവൻ്റെ അടുക്കൽ വന്നാൽ ജീവിതം മാറും. ക്രിസ്തുവിൻ്റെ കരുണ മനുഷ്യനെ തേടി വരുന്നു. 38 വർഷമായി രോഗിയായി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനെ കർത്താവ് കണ്ട് അവനോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകണോ എന്നാണ്. എന്നാൽ അവൻ്റെ പ്രതികരണം വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല എന്നതായിരുന്നു. ഇതൊരു നിരാശയുടെ വാക്കാണ്. ഇന്ന് പലരും ഇതുതന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എൻ്റെ പ്രശ്നം ആരും മനസ്സിലാക്കുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നു ഞാനുണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തന്നെ പ്രത്യാശയാണ്. തുടർന്ന് കർത്താവ് അവനോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കാം. ഉടനെ അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ വാക്ക് ജീവൻ നൽകുന്നു. ക്രിസ്തുവിൻ്റെ കരുണ ജീവിതം മാറ്റുന്നു. തുടർന്ന് കർത്താവ് പറയുന്നത് ഇനി നീ പാപം ചെയ്യരുത് എന്നാണ്. ശാരീരിക സൗഖ്യം മാത്രമല്ല, ആത്മീയ ജീവിതത്തിൻ്റെ പുതുക്കവും ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ കരുണയുടെ സ്പർശനം ഇന്നും നമ്മെ മാറ്റുവാൻ കഴിയുന്നതാണ്. പ്രിയരെ, മനുഷ്യൻ നിരാശയിൽ വീണു പോകാം. എന്നാൽ ക്രിസ്തു നമ്മെ കാണുന്നുണ്ട്. അവൻ്റെ കരുണ നമുക്ക് പ്രത്യാശ നൽകും. അവൻ്റെ വാക്ക് നാം അനുസരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറും. അവൻ്റെ കരുണയുടെ സങ്കേതത്തിലേക്ക് നമുക്കടുത്തു വരാം. ഈ നോമ്പ് നാളുകളിൽ അവൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കാം. അവൻ കരുണയുള്ളവനാണ്. അവൻ നമ്മോട് മനസ്സലിയും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണയുടെ സ്പർശനം ലഭിപ്പാൻ ഈ നാളുകൾ നേടിയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.